ചീസ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ക്ഷേത്രം 2-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നത്. ഇവിടെ ഒരു ബലിത്തറയാണുള്ളത്. അവിടെ മൃഗങ്ങളെ ബലി കൊടുക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. പല കാരണങ്ങളായിട്ട് പല പ്രാവശ്യം തകർന്നു പോയതാണ്. അതിനുശേഷം പുനർനിർമ്മിച്ചത്. ഇതാണ് ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാലുള്ള കാഴ്ച. Walnut. Oh, this is walnut? Yeah. Plum. Okay. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഗാർഡനി ടെമ്പിളിലോട്ടാണ് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഒന്നും കഴിച്ചിട്ടില്ല. നമ്മളങ്ങനെ നമ്മുടെ ആദ്യത്തെ സ്പോട്ടിലോട്ടുള്ള യാത്ര ആരംഭിച്ചു. നമ്മുടെ ഹോട്ടലിൽ നിന്നൊരു 50 മീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ മെയിൻ റോഡായി. ചാരൻ്റെ സ്ട്രീറ്റ് എന്നാണ് ഈ ഒരു റോഡിൻ്റെ പേര്. നമ്മുടെ ആദ്യത്തെ സ്പോട്ട് എന്ന് പറഞ്ഞാൽ ആർമേനിയയിലെ പ്രശസ്തമായിട്ടുള്ള ഗാർണി ടെമ്പിളിലോട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഇവിടെ നിന്നൊരു 25 കിലോമീറ്റർ ദൂരമുണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും എല്ലാ കൂട്ടുകാർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാണുന്നതാണ് ഇവരുടെ പെട്രോൾ പമ്പ്. പുറത്ത് അത്യാവശ്യം വെയിലുണ്ട്. റോഡിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കുമുണ്ട്. അത്യാവശ്യം നല്ല ചൂടുമുണ്ട്. നമ്മൾ ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ അടുത്ത് മെഗാമാൾ എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് മാൾ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്നാണ് ഗൈഡ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഈ മെഗാമാളിലോട്ടാണ്. ഈ മെഗാമാളിനുള്ളിൽ മുഴുവൻ ഫുഡ് കോർട്ടും കാര്യങ്ങളും ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇലക്ട്രോണിക് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാടുണ്ട്. നമ്മളിങ്ങനെ ഫുഡ് കോർട്ടിൽ കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യണം. ഇവരുടെ അർമേനിയൻ ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത്. നമ്മളൊരു പിസ്സ, അതുപോലെ ഒരു ക്ലബ് സാൻഡ്വിച്ച് ഇതൊക്കെയാണ് ഓർഡർ ചെയ്തത്. ഫുഡ് വന്നു. ഇതൊക്കെയാണ്. ചീസ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ചീസ് യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാ സാധനത്തിലും. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങി യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മൾ മെഗാമാൾ വരെ വന്ന കാറിൻ്റെ AC വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. നമ്മുടെ ഗൈഡിൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ പുള്ളിയുടെ കയ്യിൽ വേറൊരു കാറുണ്ടായിരുന്നു. അപ്പോൾ ആ കാറിലാണ് ഇപ്പോൾ നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കണ്ട കാറ് ഓർക്കുന്നുണ്ടാവും. അതിൻ്റെ റൈറ്റ് സൈഡിലായിരുന്നു ഡ്രൈവിംഗ് സീറ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ കാറിൽ ലെഫ്റ്റ് സൈഡിലാണ് ഡ്രൈവിംഗ് സീറ്റ് ഉള്ളത്. ഇവിടുത്തെ റോഡൊക്കെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ റോഡിൽ നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് ഹാൻഡ് വണ്ടികൾ ഒരുപാടുണ്ടാവും. എല്ലാം ഇമ്പോർട്ട് ചെയ്ത വണ്ടികളാണ്. കടകളുടെ ഒക്കെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്ന എല്ലാം ഇവരുടെ അർമേനിയൻ ലാംഗ്വേജിലാണ്. So shall we go out? No. We need to open the window because I turn off. ഈ കാണുന്നൊരു ലാദാ കാറാണ്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള കാറാണ് ഈ ലാദാ കാർ. If you want to go out to watch to see. നമ്മുടെ കാർ ഇതാണ്. ഗ്യാസ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തേക്കുള്ള ഗൈഡ് പുള്ളിയാണ്. ഈ ഗ്യാസ് സ്റ്റേഷൻ്റെ തൊട്ട് മുമ്പിലുള്ള കുറച്ച് ചെറിയ സ്പേസാണ്. പക്ഷേ വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ വെൻഡിങ് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദൂരെ അവ്യക്തമായിട്ട് കാണുന്നത് മൗണ്ട് അറാറത്താണ്. മൗണ്ട് അറാറത്തിൻ്റെ മുകളിലാണ് നോഹയുടെ കപ്പൽ പ്രളയത്തിന് ശേഷം നങ്കൂരമിട്ടതെന്നാണ് ക്രിസ്ത്യൻ ഇസ്ലാം മത വിശ്വാസം. മുമ്പ് അർമേനിയയുടെ ഭാഗമായിരുന്നു ഈ അറാറത്ത് മലകൾ. പക്ഷേ 1923 ഒരു യുദ്ധത്തിന് ശേഷം അതിപ്പോൾ തുർക്കിയുടെ കീഴിലാണുള്ളത്. മൂടൽമഞ്ഞുള്ളതുകൊണ്ട് വീഡിയോയിൽ കാഴ്ച എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ നമുക്ക് അവ്യക്തമായിട്ട് അറാറത്ത് മല കാണാൻ പറ്റുന്നുണ്ട്. What is the pipeline? This? Yeah. Gas. Yeah, going to the houses. Some factories. Okay. ഈ
തണുപ്പ് സമയത്തൊക്കെ മഞ്ഞ് വീഴ്ചയുള്ള സമയത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന കുന്നുകളെല്ലാം മഞ്ഞ് കൊണ്ട് മൂടിയിരിക്കും. 3-4 മീറ്റർ കട്ടിയിൽ മഞ്ഞുണ്ടാവുമെന്നാണ് പറയുന്നത്. റോഡിന് 2 വശത്തുള്ള കുന്നുകളിലൊന്നും മരങ്ങളൊന്നുമില്ല, എല്ലാം മൊട്ടക്കുന്നുകളാണ്. ഈ മഞ്ഞ് വീഴുന്നതുകൊണ്ടാണ് അധികം മരങ്ങളില്ലാത്തത്. നമ്മൾ സിറ്റി വിട്ട് ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ മുഴുവൻ മൊട്ടക്കുന്നുകളായി. പിന്നെ ഒരു 3-4 കിലോമീറ്റർ കഴിയുന്ന സമയത്ത് കുറച്ച് വീടുകളുണ്ടാവും, ഒരു ചെറിയൊരു വില്ലേജ് ഉണ്ടാവും. പിന്നെ ഒരു 3-4 കിലോമീറ്റർ വേറെ ഒന്നും ഉണ്ടാവില്ല, മൊട്ടക്കുന്നുകളായിരിക്കും. അങ്ങനെയുള്ളൊരു സ്ട്രക്ചറിലാണ് ഇവരുടെ ഫുൾ താമസവും ഗ്രാമങ്ങളും ഒക്കെ വരുന്നത്. നമ്മൾ ഗാർഡൻ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലെത്തി. ഇപ്പോൾ മണി 12:45. നല്ല വെയിലുണ്ട്, പക്ഷെ ചൂടില്ല. ടിക്കറ്റ് കൗണ്ടറിലെ തിരക്ക് കണ്ടോ, നല്ല തിരക്കുണ്ട്. ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ കയറി 1500 ഡ്രാമാണ് ചാർജ് ആയത്. കിഡ്സിന് ഫ്രീ ആണ്, അഡൽസിന് 1500 ഡ്രാം. ഇന്ന് നല്ല തിരക്കുണ്ട്, ഇത് കണ്ടോ. ഈ ക്ഷേത്രത്തിൻ്റെ തന്നെ പഴയ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. Armenian people building the feast and similar like Greek temples, and many gods before Krishna, and that was sacrificing animals. ആദ്യം കുറച്ച് താഴെയുള്ള കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് ക്ഷേത്രത്തിലോട്ട് വരാം. ഇവിടെ എന്തുകൊണ്ടെന്നാണ് ഗൈഡ് പറയുന്നത്. നമുക്ക് അങ്ങോട്ട് വന്നു. ഇവിടെ ഒരു താഴ്വരയാണ്, അവിടെ സിംഫണി ഓഫ് സ്റ്റോൺസ് കാണുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നെ ഇതാണ് ഗാർഡൻ ടെമ്പിൾ. ഇതിൻ്റെ സൈഡിൽ കുറച്ച് ഇതിൻ്റെ പഴയ അവശിഷ്ടങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതിന് മേലിലോട്ട് കയറണം. ഇത്രയുള്ള കയറ്റമാണ്. ഈ ക്ഷേത്രം 2-ാം നൂറ്റാണ്ടിലാണ് നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ തകർന്നു പോയതാണ് ഒരു ഭൂകമ്പത്തിൽ. പല കാരണങ്ങളായിട്ട് പല പ്രാവശ്യം തകർന്നു പോയതാണ്. അതിനുശേഷം പുനർനിർമ്മിച്ചതാണ്. പക്ഷേ ഇവർ മാക്സിമം പഴയ അതേ രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. 1679 ഉണ്ടായ ഒരു ഭൂകമ്പത്തിലാണ് ഇത് വളരെ കാര്യമായിട്ട് നശിച്ചു പോയത്. അതിനുശേഷം ഇവരിത് പുതുക്കിപ്പണിതാണ്. ഈ ഭാഗം നോക്കി കഴിഞ്ഞാൽ പഴയ ക്ഷേത്രത്തിൻ്റെ കുറേ അവശിഷ്ടങ്ങളിലൂടെ കാണാൻ പറ്റും. പുറകിൽ അവിടെ ഒരു വില്ലേജാണ്. നമുക്കിനി ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറിയിട്ട് നോക്കാം. ഇതിൻ്റെ മേളിലൊരു ഹോളുണ്ട്. അത് ഈ സൂര്യപ്രകാശം ഇവിടെ താഴെ വരുന്ന സമയത്ത് ഇവിടെ ഒരു ബലിത്തറയാണുള്ളത്. അവിടെ മൃഗങ്ങളെ ബലി കൊടുക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇതൊരു പക്ഷേ ആ ഒരു ബലിത്തറ ആണോന്നില്ല, കാരണം സിമൻ്റൊക്കെ വെച്ചിട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഇതൊക്കെ ഈ പഴയ ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങളാണ്. വാട്ട് യു കോൾ കച്ചർ? Khachkar. Khachkar. See, I Khach know is something. cross, Kar is stone. Khachkar. Khachkar. Cross stone. ഇതൊരു ക്രോസ് സ്റ്റോൺ ആണ്. It was big temple, right? Because of earthquake, there is All fell down. fall down. And this temple is ഇതാണ് ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാലുള്ള കാഴ്ച. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ക്ഷേത്രത്തിൻ്റെ വ്യൂ. കുറേ കണ്ട മഞ്ഞ് സമയമാകുമ്പോൾ ഇതെല്ലാം ഈ മലയെല്ലാം മഞ്ഞ് കൊണ്ട് മൂടും. അവിടെ കണ്ടോ ഒരു വില്ലേജാണ്. ഈ ക്ഷേത്രമുള്ളത്
പ്രൊവിൻസ് എന്ന് പറയുന്ന ഒരു പ്രൊവിൻസിലാണ്. ആക്ച്വലി 10 പ്രൊവിൻസാണ് അർമേനിയക്കുള്ളത്. അതിൽ കൊട്ടക് എന്ന് പറയുന്ന ഒരു പ്രൊവിൻസിലാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത്. ഗാർണിയിലെ സൂര്യക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഗ്രീക്ക് റോമൻ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. അർമേനിയയിലെ ചരിത്രപരവും സാംസ്കാരികമായിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നിർമ്മിതിയായിട്ടാണ് ഇപ്പോൾ ഗാർണി ടെമ്പിൾ അറിയപ്പെടുന്നത്. പ്രാദേശികമായിട്ട് കിട്ടുന്ന ബസാൾട്ട് കല്ലുകൾ വെച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ബസാൾട്ട് കല്ലുകൾ എന്ന് പറഞ്ഞാൽ ഈ അഗ്നിപർവ്വതത്തിന്റെ സ്ഫോടനത്തിൽ നിന്നുണ്ടാകുന്ന ലാവ ഉറഞ്ഞുണ്ടാകുന്ന കല്ലുകളാണ് ഈ ബസാൾട്ട് കല്ലുകൾ എന്നറിയപ്പെടുന്നത്. ഗ്രീക്ക് റോമൻ വിശ്വാസപ്രകാരം സൂര്യദേവന്റെ പുത്രനായിട്ടുള്ള മെഹിറിന്റെ പേരിലാണ് 1-ാം നൂറ്റാണ്ടിൽ അന്നത്തെ രാജാവായിരുന്ന കിങ് ടിരിഡൈറ്റ്സ് ഒന്നാമൻ ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഗ്രീക്കോ റോമൻ ശൈലിയിലാണ് അന്ന് ഈ ക്ഷേത്രം നിർമ്മിക്കുന്നത്. അതിനുശേഷം 4-ാം നൂറ്റാണ്ടിൽ കിങ് ടിരിഡാഡ് മൂന്നാമന്റെ കാലത്താണ് അർമേനിയ ലോകത്തിലെ ആദ്യത്തെ ക്രിസ്തീയ മതം സ്വീകരിക്കുന്ന രാജ്യമായിട്ട് മാറിയത്. അതോടുകൂടിയിട്ട് ഈ ക്ഷേത്രം വർഷങ്ങളോളം അടഞ്ഞു കിടന്നു. മുമ്പ് ഇതൊരു കോട്ടയായിട്ടാണ് ഉണ്ടായിരുന്നത്. 1679 ഒരു ഭൂകമ്പത്തിൽ ഈ ക്ഷേത്രം പൂർണ്ണമായിട്ടും തകർന്നു. 1970-80കളിൽ ഇത് പുനർനിർമ്മിക്കുന്ന സമയത്ത് ആ കോട്ടയുടെ മുഴുവൻ ഭാഗങ്ങളും നിർമ്മിച്ചിട്ടില്ല. ക്ഷേത്രത്തിന്റെ ഒരു ഭാഗം മാത്രമായിട്ടാണ് ഇവർ പുനർനിർമ്മിച്ചത്. 2000 ഈ ക്ഷേത്രം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചു. ഇന്ന് അർമേനിയയിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഗാർണി ടെമ്പിൾ. അതുപോലെ തന്നെ അർമേനിയയുടെ പേര് പറയുമ്പോൾ ഓർമ്മിക്കപ്പെടുന്ന ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു നിർമ്മിതിയും കൂടെയാണ് ഇന്ന് ഈ ഗാർണി ടെമ്പിൾ. സമയം കഴിയുന്തോറും തിരക്ക് കൂടി വരികയാണ്. Walnut. Oh, this is walnut? Yeah. Plum. Okay. അത് പ്ലം ആണ് കേട്ടോ, പ്ലം. ഇത് കണ്ടോ, മുന്തിരി. അടുത്ത് നമ്മൾ പോകുന്നത് സിംഫണി ഓഫ് സ്റ്റോൺസ് എന്ന് പറഞ്ഞിട്ട് ഇതിനടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്താണ്. ആ വീഡിയോയിൽ കാണാം. ബൈ.